ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിലെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് അതേഷിനെ മേർജനെയാണ്. മേർജൻ പോകാൻ നിൽക്കുമ്പോൾ അതേഷ് അവളെ തടഞ്ഞുകൊണ്ട് പറയും, നിന്നോട് ഞാൻ ഇവിടുന്ന് പോകണ്ടെന്നല്ല പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ മേർജൻ അവനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഈ കാണിക്കലെ കണ്ടാതൊന്നും നിങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയോട് മുൻപേ എന്തോ ഒരു ശത്രുതയുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ അതേഷ് അവളോട് പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇതെല്ലാം ഒരു ഡീലിൻ്റെ പുറമായിട്ടാണ് ചെയ്യുന്നത്. ആ ഡീലിൽ നിങ്ങളുടെ കമ്പനിയും വീടും ഈ മാരേജും എല്ലാം ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കൂടുതലൊന്നും നീ ആലോചിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ അവൾ അവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാണ്. അങ്ങനെ വർക്കിനിടയിൽ മേർജന് പുറത്ത് പോയി അവിടുത്തെ മെഷീനിലിരിക്കുന്ന സ്നാക്സ് മൊത്തം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ്. ഇതെല്ലാം കാണുമ്പോൾ അതേഷ് ആകെ ഷോക്കാവും. നീ എന്താ ആ മെഷീൻ കുത്തി തുറന്ന് അതിൽ നിന്ന് എല്ലാ സ്നാക്സ് എടുത്തുകൊണ്ട് വന്നോ? ഇത് കേൾക്കുമ്പോൾ മേർജൻ പറയും, ഞാനിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സ്നാക്സ് കഴിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാനതെല്ലാം ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്നത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതങ്ങ് ക്ഷമിച്ചെന്നേക്ക്. ഇത് കേൾക്കുമ്പോൾ അതേഷ് പറയും, അതിന് ഇതെല്ലാം നീ എന്നോട് എന്തിനാണ് പറയുന്നത്? അപ്പോൾ അവൾ പറയും, അതിന് നിങ്ങളല്ലേ ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഓണർ. നിങ്ങൾ വലിയ ആളായി ഭയങ്കര കൂളായിട്ട് ഈ കമ്പനി മൊത്തം അങ്ങ് വാങ്ങിയെടുത്തതല്ലേ. ഇത് കേൾക്കുമ്പോൾ അവർ അവളോട് ചോദിക്കും, ഓ അപ്പം ഞാൻ ഈ കമ്പനി എൻ്റെ പേരാക്കി നിൽക്കുമ്പോൾ നീ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? ഞാൻ കൂളായിരുന്നോ അതോ വേറെ എന്തെങ്കിലുമായിരുന്നോ എന്നെല്ലാം നീ നോക്കി നിൽക്കുകയായിരുന്നല്ലേ? ഇത് കേൾക്കുമ്പോൾ മേർജൻ പറയും, നിങ്ങളെന്തിനാണ് അതിനെ വളച്ചൊടിക്കേണ്ട ആവശ്യം? ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു വൃത്തിയായിട്ട ആറ്റിറ്റ്യൂഡും എന്തെന്നാലും ഒരു കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രം മതി എന്ന് പറഞ്ഞ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ അതേഷ് പറയും, ഓ നീ ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് തന്നല്ലോ എന്നെക്കുറിച്ച്. നീ അപ്പോൾ എന്നെക്കുറിച്ച് അത്രയൊക്കെ നോട്ടീസ് ചെയ്തല്ലേ? സ്വന്തം കമ്പനി കൈവിട്ട് പോകുമ്പോൾ നീ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മേർജൻ നല്ല ദേഷ്യം വരും. നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തായാലും നിങ്ങൾ നോക്കി നിൽക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇപ്പം നമുക്ക് ജോലിയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങിയാലോ? ഇത് കേൾക്കുമ്പോൾ അതേഷ് പറയും, നീ അവിടെ നിന്നും ആ സ്നാക്സ് എല്ലാം ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ എല്ലാം ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവളും ആ ഡ്രാഫ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് അവളുടെ അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അവൾ പറയും, ഇതെല്ലാം നിങ്ങൾ എൻ്റെ അടുത്ത് കോപ്പി അടിച്ച് എഴുതിയതല്ലേ? ഇത് കേൾക്കുമ്പോൾ അവൻ പറയും, അതിന് സ്വന്തം ഡ്രാഫ്റ്റുകളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ കഴിയണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് മോഷ്ടിച്ചുകൊണ്ട് പോകും. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണ്. ആ മീറ്റിംഗിൻ്റെ അവസാനം അയാൾ അവരോട് പറയും, നിങ്ങൾ രണ്ടുപേരും വിവാഹിതരായ കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും നിങ്ങളൊരു പെർഫെക്റ്റ് ജോഡി തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കട്ടെ എന്ന് അയാൾ അവരോട് പറയും. ഇത് കേൾക്കുമ്പോൾ അതേഷ് അവരോട് നന്ദി പറയുന്നുണ്ട്. മേർജനും അതിനെ എതിർത്തൊന്നും പറയാതെ അവളും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ മീറ്റിംഗ് കഴിയുമ്പോൾ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അതേഷ് അവളെ തടഞ്ഞിട്ട് പറയും, എന്തായാലും നീ ഇന്ന് ആദ്യമായിട്ട് നീ ഒരു ഭാര്യയുടെ റോള് മനോഹരമായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനെ എന്നെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അവൾ പറയും, അതിന് ഇതെല്ലാം ഇനി വെറും കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ. അപ്പോൾ അവനും പറയും, കുറച്ച് ദിവസമോ? ഇതെല്ലാം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവൾ പറയും, നിങ്ങൾ പേടിക്കണ്ട, എല്ലാ ദിവസവും ഞാൻ എണ്ണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതേഷിന് പെട്ടെന്ന് ജമാലിന്റെ കോൾ വരുന്നത്. അത് കാണുമ്പോൾ അവനെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ അവർ സംസാരിച്ചു കഴിഞ്ഞ് അവൻ തിരിച്ച് ഓഫീസിലേക്ക് വരുമ്പോൾ മേർജൻ അവിടെ ഒരു സോഫയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ അതേഷ് ഒരു പില്ലോ എടുത്ത് അവളുടെ തലേൻ്റെ അടിയിൽ വെക്കാൻ നിൽക്കുമ്പോഴേക്കും അവൾ അവൻ്റെ ഷോൾഡറിൽ കിടന്നുറങ്ങും. ഇതെല്ലാം കാണുമ്പോൾ അവളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ അവിടെ തന്നെ കിടക്കും. അങ്ങനെ അവർ രണ്ടുപേരും ആ ഓഫീസിൽ തന്നെ കിടന്നുറങ്ങിപ്പോവും. അടുത്ത ദിവസം രാവിലെ മേർജനാണ് എഴുന്നേക്കുന്നത്. ഇന്നലെ രാത്രി മൊത്തം അവൾ അതേഷിൻ്റെ അടുത്തിരുന്നിട്ടാണ് ഉറങ്ങിയതെന്ന് ആലോചിക്കുമ്പോൾ അവൾ ആകെ ഷോക്കായി പോകും. അവൾ അതേഷിനെ തന്നെ നോക്കി നിൽക്കും. ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവൻ എന്തൊരു നിഷ്കളങ്കതയാണെന്ന് അവളിങ്ങനെ ആലോചിക്കും. അതിനുശേഷം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അവന് തണുക്കുന്നുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവൾ ഇട്ടിരിക്കുന്ന ഷാളൂരി അവൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കും. അതിനുശേഷം അവൾ അവിടെ നിന്നും പോവും. ഇതെല്ലാം അതേഷ് അറിയുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഹൈദറിൻ്റെ ഫ്രണ്ടിനെയാണ്. അവർ നസീറിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരും നസീറും എല്ലാം ഒരു ഭാഗത്താണ്. നസീറിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദറിനെയും മേർജനെയും കൂട്ടി അവർക്കൊരു ഡീൽ ഉണ്ടാക്കാനാണ്. അതിനുശേഷം അതേഷിനെ അവിടെ നിന്നും പുറത്താക്കണം. ഇതാണ് നസീറിൻ്റെ പ്ലാൻ. അങ്ങനെ അതേഷും മേർജനും കാറിൽ വീട്ടിൽ വരുമ്പോഴേക്കും മേർജൻ ആ കാറിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ അതേഷിന് അവളെ വിളിക്കണം എന്ന് തോന്നും. പക്ഷേ അവൻ അവളെ വിളിക്കാതെ നേരെ ആ ഡോറൊന്ന് ശക്തിയിൽ തുറന്നടക്കും. ഇത് കേൾക്കുമ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേക്കും. വീടെത്തി, ഇനി ഇറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോൾ അവളുടെ കൈ പിടിച്ച് അവൾ തടയും. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആ പോയിസനെ കുറിച്ച് എന്തെങ്കിലും കാര്യം അറിയാൻ സാധിച്ചോ എന്ന് അവൾ അവനോട് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ അതേഷ് പറയും, ഇതുവരെ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതിനു മുമ്പ് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇത് കേൾക്കുമ്പോൾ അവൾ പറയും, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ എത്ര ഇടപെടാതെ നോക്കിയാലും നിങ്ങൾ അതിലേക്ക് എന്നെ വലിച്ചഴിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും. അങ്ങനെ അവൾ വീട്ടിനുള്ളിലേക്ക് കയറി പോകുമ്പോഴാണ് പെട്ടെന്ന് മുസൈൻ അവളുടെ പുറകിലൂടെ വന്ന് അവളുടെ മുടി പിടിച്ച് താഴേക്കിടുന്നത്. നീ എൻ്റെ മകളെ കൊല്ലാൻ നോക്കല്ലേ, നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് മുസൈന് അവളുടെ ബാഗിൽ നിന്ന് കിട്ടിയ അതേ വിഷക്കുപ്പി എടുത്ത് അവളുടെ വായിലേക്ക് ഒഴിക്കാൻ നിൽക്കുകയായിരിക്കും. ഇതെല്ലാം കണ്ട് അവിടേക്ക് ജമാലും അതേഷും വരും. ജമാൽ മുസൈനെ അവിടെ നിന്നും കൊണ്ടുപോകും. അതിനുശേഷം അതേഷ് മേർജൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മേർജൻ പറയും, വേണ്ട, ഇനി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട, എനിക്കിപ്പോൾ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്, മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ഇത് കേൾക്കുമ്പോൾ അതേഷ് അവിടെ നിന്ന് സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് നേരെ മുസൈൻ്റെ അടുത്തേക്ക് പോകും.
മുസൈനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അവൾ വീണ്ടും വീണ്ടും പറയും ഇതെല്ലാം അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ്. അപ്പോൾ ആദേശ് പറയും ഒരിക്കലും ഇതല്ല അവർക്ക് അർഹിക്കുന്ന ശിക്ഷ. മരണം എന്ന് പറയുന്നത് അവരുടെ ശിക്ഷയിൽ നിന്നും ഒരു മോചനമാണ്. അതുകൊണ്ട് അവൾ ഒരിക്കലും നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കരുത് എന്ന് ആദേശ് അവരോട് പറയും. പിന്നീട് കാണിക്കുന്നത് മേജനെ അവളുടെ അമ്മയാണ്. അവളുടെ അമ്മ അവളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിനക്കിപ്പോൾ സംഭവിക്കുന്നതിനെല്ലാം കാരണം നീ തന്നെയാണ്. അന്ന് നിന്റെ പാരൻസ് പറഞ്ഞതുപോലെ തന്നെ നിനക്ക് ആ നസീറിന്റെ കൂടെ പോയിക്കൂടായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നീ കാരണം തന്നെയാണ് നിന്റെ സഹോദരൻ മരിച്ചു പോയത് എന്നെല്ലാം അവളുടെ അമ്മ അവളോട് പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് ആകെ വിഷമാവും. അവർ ചെയ്തു വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തതൊന്നും ഒന്നുമല്ല. ഞാൻ അവളുടെ മകൾക്ക് ചെറിയൊരു വിഷം മാത്രമേ കൊടുത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടത് എന്ന് അറിയാതെ അവളുടെ വായിൽ നിന്നും പുറത്തു ചാടും. ഇത് കേൾക്കുമ്പോൾ മേജൻ ആകെ ഷോക്കാവും. അപ്പൊ നിങ്ങളാണോ ആസ്ലിക്ക് വിഷം കലക്കി കൊടുത്തത്? ഇത് കേൾക്കുമ്പോൾ അവർ ഒരു കുറ്റബോധം ഇല്ലാതെ പറയും അതെ, നീ കേട്ടതെല്ലാം ശരി തന്നെയാണ്. ഞാൻ തന്നെയാണ് എന്റെ കൈകൊണ്ട് ആസ്ലിയുടെ ഫുഡിൽ വിഷം കലക്കി കൊടുത്തത്. ഇതെല്ലാം കേട്ടോണ്ട് അവിടേക്ക് ആസ്ലി വരികയാണ്. അവളാകെ അവിടെ ഒച്ച വെക്കുകയാണ്. ഇതെല്ലാം കേട്ട് അവിടേക്ക് മുസൈനും അദേശും ജമാലും എല്ലാവരും വരികയാണ്. ഇപ്പൊ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്നെ ആരാ കൊല്ലാൻ ശ്രമിച്ചതെന്നറിയോ? അത് നമ്മളെല്ലാവരും സംശയിച്ചതുപോലെ തന്നെ മേജൻ തന്നെയാണ് എന്ന് ആസ്ലി അവരോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കായി പോവും. അവൾ പറയും അന്ന് കിച്ചണിലേക്ക് മേജൻ പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ടുണ്ടതാ. അവൾ തന്നെയാണ് എനിക്കതിൽ വിഷം കലർത്തി തന്നത്. ഇതെല്ലാം കേട്ട് അദേശിന് നല്ല ദേഷ്യം വരും. മേജൻ, നീ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ ഞങ്ങളോട് ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് കള്ളവും പറഞ്ഞു. ഇതിനെന്തായാലും നീ ഞങ്ങളോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. നീ ഇപ്പോൾ മുട്ടുകുത്തി ആസ്ലിയുടെ മുന്നിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവളോട് മാപ്പ് ചോദിക്കണം. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ വിഷമം വന്ന് അവിടെ ഇരുന്ന് കരയാണ്. പക്ഷേ അവളുടെ ഫാമിലിയിൽ നിന്നും ഒരാൾ പോലും അവൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. എന്തിന് അവളുടെ അമ്മ പോലും അവൾക്ക് വേണ്ടി ഒന്നും അവിടെ പറയുന്നില്ല. എല്ലാവരും അവിടെ മിണ്ടാതിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ മേജൻ ആകെ വിഷമാവുകയാണ്. ആദേശ് പറയും വേഗം നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. നീ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും ഞാൻ നിനക്ക് ഇത്ര ചെറിയ ശിക്ഷയെ തരുന്നുള്ളൂ എന്ന് വിചാരിച്ച് നീ സമാധാനിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇതിനെ പോലീസിൽ ഏൽപ്പിക്കുന്നതായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ വേറെ വഴിയില്ലാതെ അവൾക്ക് അത് ചെയ്യേണ്ടി വരികയാണ്. അവൾ ആദേശിന്റെ മുന്നിൽ മുട്ടുകുത്തി അവനോട് മാപ്പ് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ അവൻ പറയും എന്നോടല്ല ഞാൻ മാപ്പ് പറയാൻ പറഞ്ഞത്, ആസ്ലിയോടാണ്. അത് നീ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പറയണം. ഇതെല്ലാം കേൾക്കുമ്പോൾ ആസ്ലിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മേജൻ വേറെ ഒരു വഴിയില്ലാതെ തന്നെ അവളോട് മാപ്പ് ചോദിക്കുകയാണ്. ഇങ്ങനെയല്ല, കുറച്ചുകൂടി ഉറക്കെ വേണം, എല്ലാവരും ഇത് കേൾക്കണം എന്ന് ആദേശ് പറയും. ഇത് കേൾക്കുമ്പോൾ അവൻ പറഞ്ഞ അതേപോലെ തന്നെ അവൾ ആസ്ലിയോട് മാപ്പ് പറയാണ്. ഇതെല്ലാം കേട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകും. അപ്പോഴും ആദേശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊരിക്കലും നീ ആവില്ലെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആ വിശ്വാസം പോയി എന്ന് ആദേശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ഹൈദറും അവളുടെ അമ്മയും അവളെ സമാധാനിപ്പിക്കാൻ വരുമ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ച് അവളുടെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയും. പിന്നീട് അവൾ പുറത്ത് വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഹൈദറും അവളുടെ അമ്മയും അങ്ങോട്ട് വരികയാണ്. അവളുടെ അമ്മ ഇപ്പോഴും അവർ ചെയ്തത് ഒരു തെറ്റില്ല എന്നാണ് പറയുന്നത്. എൻ്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചതിന് ഞാൻ ഒരിക്കലും അവരെ ഇങ്ങനെ വെറുതെ ഇടാൻ പോകുന്നില്ല. ഇതിലും വലിയ ശിക്ഷ ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുത്തിരിക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജന് നല്ല ദേഷ്യം വരികയാണ്. സത്യം പറഞ്ഞാൽ ചിലപ്പോഴേക്കും എനിക്ക് തോന്നിപ്പോവും അവരാണോ അതോ നിങ്ങളാണോ എൻ്റെ ശത്രുക്കളെന്ന്. നിങ്ങളാരും എൻ്റെ കൂടെ ഒരിക്കലും നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹൈദർ അവളെ സമാധാനിപ്പിക്കും. നിന്റെ അമ്മയാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിയാമെങ്കിൽ ഞാൻ ഒരിക്കലും അതിനെ കൂട്ടു നിൽക്കില്ലായിരുന്നു. ഇതെല്ലാം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും നിന്റെ അമ്മ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിന്റെ കൂടെ ഞാനുണ്ട്. അവരുടെ കൂടെ നീ ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നത് കാണാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല മോളെ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഒരു ഡീലിനെ കുറിച്ച് പറഞ്ഞത്. ആ ഡീലിൽ നീ സമ്മതിക്കുകയാണെങ്കിൽ, അതിൽ നീ സൈൻ ചെയ്യുകയാണെങ്കിൽ നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ആദേശിൻ്റെ കയ്യിൽ നിന്ന് മോചനം ലഭിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൾ വേറെ വഴിയില്ലാതെ അവളോട് ചെയ്ത ക്രൂരതകളെല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെ അവൾ അതിന് സമ്മതിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയാണ്. അവൻ രാത്രി അവൻ്റെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടി മേജൻ്റെ ഒരു ബാഗും കൊണ്ട് താഴേക്ക് പോകാൻ നിൽക്കും. ഇത് കാണുമ്പോൾ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയും മാഡം അവരുടെ സാധനങ്ങളെല്ലാം അടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അവരിനി ഗസ്റ്റ് റൂമിലാണ് താമസിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ആദേശിന് നല്ല ദേഷ്യം വരും. അവൻ വേഗം അവളുടെ അടുത്തേക്ക് പോകും. അവളോട് അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോകാൻ പറയുമ്പോൾ അവൾ അതിന് കേൾക്കില്ല. അതുകൊണ്ട് തന്നെ ആദേശ് അവളെ എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോവാണ്. ആദേശ് മേജനോട് പറയും നിന്നോട് ഞാൻ പറഞ്ഞതാണ് വെറുതെ എനിക്ക് തലവേദന ഉണ്ടാക്കാൻ നിൽക്കരുത്. നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ അനുസരിക്കുന്നതായിരിക്കും നല്ലത്. നിന്നോട് ഞാൻ ഈ റൂമിൽ നിൽക്കാനല്ല പറഞ്ഞത്, പിന്നെ എന്തിനാണ് നീ വേറെ റൂമിൽ പോയി നിൽക്കുന്നത്? മേജൻ പറയും നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞതല്ലേ, ഇനി നിങ്ങളെന്താ എന്നെ കൊല്ലോ? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും അത് നീ ഒരിക്കലും ചിന്തിക്കേണ്ട. കാരണം നിന്നെ കൊല്ലുക എന്ന് പറയുമ്പോൾ നിന്റെ മരണം നിനക്കൊരു ഏറ്റവും വലിയ മോചനമായിരിക്കും. അതൊരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നീ അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ട എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും. പിന്നീട് ആദേശ് വീണ്ടും ആ റൂമിലേക്ക് വരുമ്പോൾ മേജൻ അവിടെ തന്നെ കരഞ്ഞിരിക്കുന്നത് കാണും. ആദേശിനെ കാണുമ്പോൾ മേജൻ വേഗം തല തിരിച്ച് അവിടെ കിടന്നുറങ്ങും. ഇത് കാണുമ്പോൾ ആദേശിന് നല്ല ദേഷ്യം വരും. നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്, നീ എത്രയ്ക്ക് വിചാരിച്ചാലും നിനക്കൊരിക്കലും എന്നിൽ നിന്ന് മോചനം കിട്ടില്ല. അത് നീ ഉറങ്ങുമ്പോഴായാലും ഉണരുമ്പോഴായാലും എല്ലാം നീ എൻ്റെ ഈ മുഖം കണ്ടുകൊണ്ടായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ നല്ല ദേഷ്യം വരും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, എനിക്കും ഒരു ദിവസം വരും അന്ന് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിന് എല്ലാം കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിക്കും. നിങ്ങൾ എൻ്റെ അടുത്ത് യാചിക്കാൻ വരും. ആ ദിവസം ഞാൻ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യില്ല. അതിനുശേഷം അവൾ അവിടെ കിടന്നുറങ്ങും. ഇതെല്ലാം ആലോചിച്ച് ആദേശിന് എന്തോ പോലെ ആവുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൾ ആദേശിനെയാണ് കാണുന്നത്. ഇവനെന്താണ് ഇത്ര നേരമായിട്ടും ഈ റൂമിൽ നിന്ന് പോകാത്തതെന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവൻ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുമായിരിക്കും. അപ്പോഴാണ് മേജന് ഒരു മെസ്സേജ് വരുന്നത്. അത് അവളുടെ അച്ഛൻ്റെതായിരിക്കും. നമുക്ക് നീ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് കാണാനുണ്ട് എന്ന് അച്ഛൻ അവളോട് പറയും.
അത് കേട്ട് അവൾ വേഗം ഒരുങ്ങി റെഡിയായി അച്ഛൻ്റെ അടുത്തേക്ക് പോകും. ഹൈദർ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഡീൽ നസീറുമായിട്ടാണെന്നുള്ള കാര്യം അവൻ്റെ ഫ്രണ്ട് ഹൈദറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈദറിന് അത് നസീറിൻ്റെ കൂടെയാണ് ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ ഒന്നുകൂടി സന്തോഷമാവണം. കാരണം അവർ ഓൾറെഡി പരിചയമുള്ള ആൾക്കാരാണല്ലോ. അങ്ങനെ ഹൈദർ അതിന് ഓക്കെ ആവും. ഇതെല്ലാം അവൻ മേജനോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജന് കുറച്ച് ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും അച്ഛനോട് പറയും, നിനക്ക് എന്തായാലും ആ ആദേശിൻ്റെ അടുത്ത് മോചനം വേണ്ടേ, അതുകൊണ്ട് ഇപ്പോൾ നീ ഇങ്ങനെ ചെയ്തേ പറ്റും. ഇത് ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. നസീറിൻ്റെ കൂടെയല്ലേ നമ്മൾ ഡീൽ ചെയ്യുന്നത്, അവനെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതല്ലേ. അറിയാത്ത ഒരാളുടെ കൂടെ ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അറിയുന്ന ഒരാളുടെ ഡീൽ വെക്കുന്നതല്ലേ എന്ന് അച്ഛൻ പറയുമ്പോൾ അവളത് ഓക്കെ ആണെന്ന് വിചാരിച്ച് അവൾ അതിന് സമ്മതിക്കും. അതിനുശേഷം അച്ഛൻ പറയും, നീ കുറച്ച് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് വരണം, അവിടെ വെച്ചാണ് നമ്മളിതെല്ലാം പ്ലാൻ ചെയ്യുന്നത്. അവിടെ നിനക്ക് കുറേ പേപ്പേഴ്സിൽ സൈൻ ചെയ്യാനുണ്ടാവും, നസീറും നമ്മുടെ ഒപ്പം ഉണ്ടാവും എന്നെല്ലാം അവർ പറയുന്നുണ്ട്. മേജൻ്റെയും ഹൈദറിൻ്റെയും സംസാരം എല്ലാം ദൂരെ നിന്ന് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഹൈദർ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ദമയത്ത് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ദമയത്തും മേജനും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് മുസൈൻ അവിടേക്ക് വന്ന് ദമയത്തിനെ മാറ്റിക്കൊണ്ട് മേജൻ്റെ മുടി പിടിച്ചുകൊണ്ട് അവൾ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോവാണ്. ഇതെല്ലാം കാണുമ്പോൾ മേജൻ എന്താ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. മുസൈൻ എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് തന്നെ അവൾ നേരെ കിച്ചണിലേക്ക് കൊണ്ടുപോയി ആ റൂം കുറ്റിയിടാണ്. അതിനുശേഷം അവളുടെ കൈ പിടിച്ച് ബലം പ്രയോഗിച്ച് ഗ്യാസിൻ്റെ സ്റ്റൗ ഓൺ ചെയ്ത് അതിൻ്റെ മേലെ അവളുടെ കൈ കൊണ്ടുപോയി വെക്കുകയാണ്. ഇതെല്ലാം ഒരു ഭയങ്കര ക്രൂവലായിട്ടാണ് മുസൈൻ ചെയ്യുന്നത്. മുസൈൻ്റെ ഒരു ക്രൂവലായിട്ടുള്ള ഒരു സൈഡ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയാണ്. അങ്ങനെ ഇവരുടെ ഈ ഒച്ചപ്പാടും ബഹളം എല്ലാം കേട്ട് ദമയത്തും കുറേ ആൾക്കാരും ആ വാതിൽ ഒരുപാട് തവണ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇത് കഴിയുന്നില്ല. അങ്ങനെ ഈ ഒച്ചപ്പാടും ബഹളം എല്ലാം കേട്ടുകൊണ്ട് അദ്ദേഹം അവിടേക്ക് വരികയാണ്. അവൻ ഒരുപാട് തവണ ആ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. അങ്ങനെ അവസാനം അവന് ആ ഡോർ ചവിട്ടി പൊളിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ്. അവൻ നോക്കുമ്പോൾ കാണുന്നത് മുസൈൻ മേജൻ്റെ കൈ പിടിച്ച് ആ ഗ്യാസിൻ്റെ മേലെ ഇങ്ങനെ വെക്കുന്നതാണ്. മേജൻ്റെ കൈയാണെങ്കിൽ ആകെ പൊള്ളിയിരിക്കുകയാണ്. അവളാണെങ്കിൽ വേദന സഹിക്കാനാവാതെ അലറി വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അദ്ദേഹത്തിന് ആകെ എന്തോ പോലെയാണ്. അവനാകെ ടെൻഷൻ അടിച്ച് മുസൈൻ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോവാണ്. അതിനുശേഷം മേജൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മേജനാണെങ്കിൽ നില വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കൈ മൊത്തത്തിൽ പൊള്ളിയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് അദ്ദേഹത്തിന് ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. അപ്പം അവിടേക്ക് ദമയത്ത് വന്ന് മേജനെ സമാധാനിപ്പിക്കും. അത് കാണുമ്പോൾ അദ്ദേഹം നേരെ മുസൈൻ്റെ അടുത്തേക്ക് പോകണം. മുസൈനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവൻ ജമാലിനോട് പറയും, മുസൈൻ ആൻറ്റിയുടെ മേൽ എപ്പോഴും നിനക്കൊരു കണ്ണ് വേണം. അവരെ മാക്സിമം മേജനിൽ നിന്ന് മാറ്റി നിർത്താൻ നീ ശ്രമിക്കണം. ഇപ്പോഴത്തെ മുസൈൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ അവർ എന്ത് വേണേലും മേജനോട് ചെയ്യും. അതുകൊണ്ട് നിനക്ക് എപ്പോഴും അവരെ കുറിച്ച് ആലോചിച്ച് ഒരു കരുതൽ വേണം എന്ന് അവൻ ജമാലിനോട് പറയും. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവളുടെ അടുത്ത് ദമയത്തുണ്ട്. അവർ രണ്ടുപേരും റൂമിൽ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരിക്കും. ദമയത്തിൻ്റെ മേജൻ്റെ അവസ്ഥയെല്ലാം കണ്ട് ഒരുപാട് വിഷമാവാണ്. അപ്പോഴാണ് അവിടേക്ക് ആദേശ് വരുന്നത്. നീ ഇരുന്ന് പോയിക്കോ, ഇത് ഞങ്ങൾ ശരിയാക്കിക്കോളാം എന്ന് ആദേശ് അവളോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൾ മേജനോട് പറയും, നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നീ തീർച്ചയായിട്ടും എന്നെ വിളിക്കാൻ മറക്കരുത്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്റെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ വെച്ച് നോക്കുമ്പോൾ നിനക്ക് ഏത് സമയം എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് അവൾ ആദേശിനെ നോക്കി പറഞ്ഞ് അവിടെ നിന്നും പോവും. അതിനുശേഷം ആദേശ് ഒരു ഓൾമെൻ്റ് എടുത്ത് മേജൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. നിന്റെ കൈ മൊത്തത്തിൽ പൊള്ളിയിരിക്കുകയാണ്, ഇങ്ങനെ ഇരുന്നാൽ ഇത് കൂടുതൽ വേദനിക്കേ ഉള്ളൂ, അതുകൊണ്ട് നീ വേഗം ഈ ഓൾമെൻറ്റ് തേച്ചെന്ന് പറഞ്ഞ് അവൻ ആ ഓൾമെൻറ്റ് അവൾക്ക് കൊടുക്കും. അവളുടെ കൈ ഒരുപാട് പൊള്ളിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾ ആ ഓൾമെൻറ്റ് വാങ്ങി തേക്കാൻ നോക്കുമായിരിക്കും. പക്ഷേ അത് അവൾക്ക് തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആദേശ് അത് അവൾക്ക് തുറന്ന് അവളുടെ കയ്യിൽ ആ ഓൾമെൻറ്റ് തേച്ച് കൊടുക്കും. ആദേശിൻ്റെ സ്വഭാവവും ബിഹേവിയറും ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ മാറുന്ന കണ്ട് മേജൻ ഇങ്ങനെ ഷോക്കായി നിൽക്കും. അതിനുശേഷം ഒരു തുണിയെടുത്ത് അവളുടെ കൈയെല്ലാം അവൻ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് മേജൻ അവിടെ നിന്നും പോകാൻ നിൽക്കുമായിരിക്കും. ആദേശ് അവളെ തടഞ്ഞുകൊണ്ട് നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കും. എനിക്കിപ്പോൾ ഓഫീസിലേക്ക് പോകാൻ നിന്റെ സമ്മതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അവൾ അവനോട് ചോദിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിനക്ക് എപ്പോഴും എൻ്റെ സമ്മതത്തിൻ്റെ ആവശ്യമാണ്, നീ ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞ് അവൻ അവളെ വീണ്ടും തടയും. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് മേജൻ അതിന് സമ്മതിക്കാതെ അവൾ വീണ്ടും പോകാൻ നിൽക്കുമായിരിക്കും. ഇതെല്ലാം കൂടി ആകുമ്പോൾ ആദേശ് ആ റൂമിൻ്റെ ചാവി എടുത്ത് ആ റൂം ലോക്ക് ചെയ്ത് അവിടെ നിന്നും പോകും. ഇതെല്ലാം കൂടി ആകുമ്പോൾ മേജന് നല്ല ദേഷ്യം വരികയാണ്. ഞാനിനി എങ്ങനെയാണ് ആ പേപ്പറിൽ സൈൻ ചെയ്യുക? അച്ഛനോട് നേരത്തെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് അവിടേക്ക് പോയേ പറ്റൂ എന്ന് വിചാരിച്ച് മേജൻ ആ ഡോർ ഒരുപാട് തവണ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവളെ കൊണ്ടത് കഴിയില്ല. ഓഫീസിലാണെങ്കിൽ നസീറും ഹൈദറും അവളെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത്ര നേരമായിട്ടും അവൾ വരാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നസീറിന് ഒരു കോൾ വരുന്നത്. അപ്പം അവനക്ക് മനസ്സിലാവും ആദേശ് അവളെ പൂട്ടിയിട്ടിരിക്കുന്ന കാര്യം. ഇതെല്ലാം കേട്ട് നസീറിന് ആകെ ദേഷ്യം പിടിച്ച് അവൻ അവളുടെ വീട്ടിലേക്ക് വരികയാണ്. അവൻ നേരെ ആദേശിൻ്റെ അടുത്തേക്ക് അവൻ്റെ ആൾക്കാരെ പറഞ്ഞയച്ച് തല്ലാൻ നോക്കുകയാണ്. ആദേശാണെങ്കിൽ അവരെല്ലാം തിരിച്ചടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടും. അപ്പം നസീർ അവനോട് പറയും, നീ ഇതുപോലെ അടച്ച് പൂട്ടിയിട്ടിട്ടാണോ നിന്റെ ഭാര്യയെ നോക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ആദേശ് അവൻ്റെ കോളറിന് പിടിച്ച് പറയും, അപ്പോൾ അവളെൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായല്ലേ? എങ്കിൽ പിന്നെ നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ നിന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഉന്തിയിടും. അങ്ങനെ നസീർ അവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. അതിനു മുൻപ് നിന്റെ അഹങ്കാരത്തിനെല്ലാം നിനക്ക് വൈകാതെ തന്നെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശിന് എന്തോ ഒരു പന്തിയോട് തോന്നും. അവൻ നേരെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ജമാൽ അവനെ വിളിക്കുന്നത്. ജമാൽ ആ പോയിസനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടുണ്ടാവും. അവിടെ പോയി അവൻ പോയിസൺ വാങ്ങിയ ലിസ്റ്റിൽ മേജന്റെ പേരുണ്ടോ എന്ന് നോക്കും. അവിടെയാണെങ്കിൽ മേജന്റെ പേരുണ്ടാവില്ല. അതിന് പകരം നർമിൻ യൽദ്രിം എന്ന് പറഞ്ഞ പേരായിരിക്കും, അതായത് മേജന്റെ അമ്മയുടെ പേര്. ഇതെല്ലാം അവൻ ആദേശിനോട് പറയും. അപ്പോഴാണെങ്കിൽ ആദേശ് ആകെ ഷോക്കാവും. പാസ്ലിക്ക് പോയിസൺ കൊടുത്തത് അവളല്ല, അവളുടെ അമ്മയായിരുന്നല്ലേ. ചെയ്യാത്ത കുറ്റത്തിന് അവളെ വഴക്ക് പറഞ്ഞതും പോരാഞ്ഞിട്ട് എല്ലാവരുടെ ഇടയിൽ വെച്ച് അവളെ മുട്ടുകുത്തി ആസ്ലിയോട് മാപ്പ് പറയിപ്പിച്ചു. ഇതെല്ലാം ആലോചിച്ച് ആദേശിന് ആകെ റിഗ്രറ്റ് അടിക്കും. പിന്നെ എന്തിനാണ് ആസ്ലി അവളെ കിച്ചണിൽ വെച്ച് കണ്ടു അവളാണ് പോയിസൺ കലർത്തിയത് എന്ന് കള്ളം പറഞ്ഞത് എന്നവൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ജമാൽ പറയും, ചിലപ്പോൾ അവൾക്ക് തോന്നിയ കാര്യം അവൾ വെറുതെ പറഞ്ഞതായിരിക്കും. ഇതെല്ലാം കേട്ട് ആദേശിന് ആകെ ദേഷ്യവും വിഷമവും ഒക്കെ വരികയാണ്. അവൻ നേരെ മേജന്റെ അടുത്തേക്ക് വരും. പക്ഷെ അപ്പോഴേക്കും മേജൻ ആ റൂമിലിരിക്കുന്ന ഒരു കമ്പ് വെച്ച് ആ ഡോർ
ഡോറെല്ലാം തല്ലിപ്പൊളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഇതെല്ലാം കണ്ട് അദേശ് അവിടേക്ക് വരുമ്പോൾ അവന് മനസ്സിലാവും അവളിപ്പോൾ ഓഫീസിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. കാരണം നസീറിന്റെ പെരുമാറ്റം ഹൈദറുമായിട്ടുള്ള സംസാരം എല്ലാം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർക്ക് 3 പേർക്കും തമ്മിൽ എന്തോ ഒരു ഡീൽ നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അവൻ വേഗം ആ ഡീല് നടക്കാതിരിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് പോയിരിക്കും. പക്ഷേ അപ്പോഴേക്കും അവിടെ മേജൻ എത്തിയിട്ടുണ്ടാവും. മേജനോട് അവരെല്ലാവരും ആ പേപ്പറിൽ സൈൻ ചെയ്യാൻ പറയും. പക്ഷേ മേജന് ഈ ഡീലിനൊന്നും താല്പര്യമില്ലെങ്കിലും എങ്ങനെയെങ്കിലും അദേശിന്റെ കയ്യിൽ നിന്നും ഒന്ന് മോചനം കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ച് ആ പേപ്പറിൽ സൈൻ ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ അവൾ അതിൽ സൈൻ ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും അദേശ് അവിടേക്ക് വന്നിട്ടുണ്ടാവും. അവൻ വാതിലിറന്ന് അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവൾ ആ പേപ്പറിൽ സൈൻ ചെയ്ത് നസീറിന് ഷേക്ക് ഹാൻഡ് കൊടുക്കും. നമ്മളിപ്പോൾ പാർട്ട്നേഴ്സ് ആയെന്ന് നസീർ അവളോട് പറയും. ഇതെല്ലാം കേട്ട് അദേശ് ആകെ ഷോക്കായി നിൽക്കും. അദേശ് ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് തന്നെ അറഫ്ത സീരീസിലെ 12ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ ഒരു റെഡ് ഹാർട്ട് തന്നെ അറിയിക്കണം. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവും. എനിക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും വേഗം എഡിറ്റ് ചെയ്യാനും എല്ലാം എന്നെ ഇത് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ റെഡ് ഹാർട്ടായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിക്കാനും മറക്കരുത്. ഇനി അറഫ്ത സീരീസിലെ 13ാമത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.